ഹലോ ഗൈസ്, അങ്ങനെ അഗസ്ത്യാർകുളം ട്രക്കിങ്ങിൻ്റെ ലാസ്റ്റ് ഡേയിലാണ് നമ്മൾ. രാവിലെ എണീറ്റ് തണുത്ത വെള്ളത്തിലൊരു കുളി. എൻ്റെ മോനെ, കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്ക്. അങ്ങനെ ഫുഡ് കിട്ടാൻ കുറച്ച് ലേറ്റായി. ഫുഡ് കഴിച്ചു കഴിഞ്ഞതും ഞങ്ങളുടെ ട്രക്കിംഗ് ആരംഭിച്ചു ഗൈസ്. നമ്മളെ ടീമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ മൊട്ടക്കുന്നെത്തി. മൊട്ടക്കുന്നാണെങ്കിൽ ഭയങ്കര വെയിലും. ജംഗിൾ സഫാരി പോലെയാണ്. മൊട്ടക്കുന്ന് എത്തുന്നതിന് മുന്നേ ഒരു സ്പോട്ടുണ്ട്. അവിടെ നല്ല കൂളിംഗ് ആയിരുന്നു. ഇവിടെ എത്തി ഭയങ്കര വെയിലും ചൂടും. അങ്ങനെ അട്ടയാറെത്തി. അട്ടയാറ് കുറച്ച് കഷ്ടപ്പെടുത്തി. ഇതാണ് ചുങ്കുട് മീൻസ് മാനത്ത് കണ്ണി. വോയിസിലെല്ലാം കയറ്റിയിട്ടാൽ ഇതൊക്കെ ആര് പറഞ്ഞു തരുന്നതാണ്? ചുണ്ടുകൊണ്ട് നനങ്ങിയാൽ മതി. കാരണം കഴിഞ്ഞു. അടുത്ത കാട്ടിലോട്ട് വീണ്ടും കയറുകയാണ് ഗൈസ്. ഇന്ന് നമുക്ക് ട്രക്ക് ചെയ്യുന്നത് 16 കിലോമീറ്ററാണ്. അതിരുമല ടു ബോണക്കാട്. നിഗൂഢമായ സ്ഥലം എന്നറിയപ്പെടുന്നത്. ഇവിടെ ജീവിയുടെ ആക്രമണം ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലവും ഇവിടെ. വലിയ ആന എന്ന് പോയിട്ടുണ്ട്. വലിയ ആനയാണ്. അല്ല അനത്തെ, അത് വലിയ ആനകളാണെന്ന് എങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലായത്? നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ. പിണ്ടത്തിന്റെ സൈസ് നോക്കി നീ പറയുമല്ലേ അത് വലുതാണോ ചെറുതാണോ? എനിക്ക് പറഞ്ഞു തന്നു. വലുതാണെന്നനുസരിച്ച് എന്റെ പിണ്ടത്തിന്റെ സൈസും പിണ്ടത്തിന്റെ സൈസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നിന്നെ പോലെ വലിയ വലിയ ഇതേപോലെ വലിയ കുണ്ടിയുള്ളതാണോ ചെറിയ കുണ്ടിയുള്ളതാണോ? നമ്മുടെ ഗൈഡ് അതാണ് പറയുന്നത്, വലിയ കുണ്ടി അറിയാൻ. അല്ല, വീഡിയോ ജസ്റ്റ് എടുക്കാം, ഫോട്ടോ ഇവിടുത്തെ. പിന്നെ ഗൈസ്, ഇവിടെ ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രം പോരാ, മെന്റലി സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. പിന്നെ ഗൈസ്, തിരിച്ചിറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കയറണ പോലെയല്ല തിരിച്ചിറങ്ങണത്. നല്ല കഷ്ടപ്പാടാണ്. സ്ലിപ്പാകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും ശ്രദ്ധിച്ചിറങ്ങുക, ശ്രദ്ധിച്ച് കയറുക. അതേ എനിക്ക് പറയാനുള്ളൂ. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി തന്നെ നല്ല ഇഞ്ചുറി പറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് പോവുക. ഓക്കെ. തിരിച്ചിറങ്ങുമ്പോൾ ഓരോ കിലോമീറ്റർ നമുക്ക് ഹെവി ആയിട്ട് തോന്നും, ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. ഈ കാടൊക്കെ കാണുമ്പോൾ നമുക്ക് കിലുക്കത്തിൽ ജഗതിന് ഓർമ്മ വരും. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ ഗൈസ്. ഇവിടെ ഒരു ചെറിയ സ്ട്രീം ഉണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. വെയിൽ കൊണ്ട് ബോഡിയൊക്കെ ടയേർഡായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു സ്ട്രീം, ഇവിടെ നിന്നൊരു കുളി, വാവ്, വേറെ ഫീലാണ് മക്കളെ. അത് അനുഭവിച്ച് തന്നെ അറിയണം. ബാക്കി നിങ്ങൾ കണ്ടോക്കി. അങ്ങനെ ഞങ്ങൾ നീരാട്ടൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരമായി കയറിപ്പോവുക. ഇവിടെ വന്നൊരു കൂലയൊക്കെ പാസ്സായി പിന്നെ ഇങ്ങനെ നടക്കുമ്പോണ്ടല്ലോ, വേറൊരു ഫീലാ. തെണ്ടി യാത്ര
നിന്റെ യാത്രയാണ്. ഉൾതടി ഊന്നി തെണ്ടി താമരയ്ക്ക് പിന്നിലാണ്. അങ്ങനെ മഴ കിട്ടുന്നുണ്ടോന്ന് അറിയുന്നില്ല. നോക്കി ഇറങ്ങുന്ന ഇവിടത്തെ ഇപ്പോൾ ഗൈഡ് അങ്ങോട്ട് പറഞ്ഞു മുന്നിൽ കരടി പോയിട്ടുണ്ട്, എല്ലാവരും മിണ്ടാതെ മെല്ലെ പോകണം. ഓ ഇവിടെ നിന്ന് ഒരു പേടി മേടിച്ചിട്ടുണ്ട്, കരടി വന്ന ചത്ത്. ഫൈനലി ഞങ്ങൾ ബോണക്കാടെത്തി. ആളെ കൂടുതലുണ്ടെങ്കിൽ അത് വിധിച്ചാൽ മതി. ഞങ്ങളെ ടീമായിരുന്നു ഏറ്റവും ലാസ്റ്റായിട്ട് എത്തിയത് ഗൈസ്. അങ്ങനെ അഗസ്ത്യമലയോട് ഒരു ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. പോകാൻ പറ്റേ ചെറിയ കഥയും കൂടിയും പറയാനുണ്ട്. കണ്ണൊന്ന് ചിമ്മിച്ചേക്കണേ. മറ്റേ ഒന്ന് ചിമ്മിച്ചേ, ഒന്ന് ചിമ്മിക്കണ്ട ആളെ പോലെ. ബസ് ഡ്രൈവർ അടിപൊളി. ഞങ്ങൾ ആംഗ്യം കാണിച്ചു കൊടുത്തു, മൂപ്പർക്ക് മനസ്സിലായി. മല ഇറങ്ങുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു നമുക്ക് ലാസ്റ്റ് ബസ്സിൽ കയറി പോകാമെന്ന്. നമുക്ക് എടുക്കട്ടോ. എടുത്തോണ്ടിരിക്കല്ലേ കണ്ടിട്ടുണ്ടോ അതിന് ആദ്യം പൊളിച്ച് കൂടെ വന്നവരെല്ലാവരും 2 മണിൻ്റെ ബസ്സിൽ കയറിപ്പോയി. ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല, മിസ്സായി. ഞങ്ങൾ 2 പേരും മാത്രം ആ കയറിപ്പോയാൽ ഞങ്ങൾ 2 ആൾ മാത്രം ലാസ്റ്റ് ബസ് പിടിച്ചു. 5 മണിക്കാണ് പിന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടിയത് ഗായ്സ്. അപ്പോൾ ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ ബൈ.